അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് ഒരു സൂപ്പർ ക്യൂട്ട് പെർഫോമൻസുമായ ഒരു 3ാം ക്ലാസ്സുകാരനാണ്. നമുക്ക് കണ്ടു നോക്കാം എന്താണ് പെർഫോമൻസ് എന്ന്. സ്വാഗതം ചെയ്യുകയാണ് കൈലാസ് നാഥ്. കൈലാസ് നാഥ് 3ാം ക്ലാസ്സുകാരനാണ്. കൈലാസ് പറയൂ. അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആരെ പഠിപ്പിച്ചേ? രമേശ് റാം. രമേശ് റാം. അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിക്കുന്നത്. കുറെ നാളായോ പഠിക്കാൻ തുടങ്ങിയിട്ട്? 3.5 വയസ്സ് തൊട്ട് പഠിക്കാൻ. അമ്പടാ, 3.5 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണെന്ന്. മിടുക്കനായിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു അല്ലേ? എന്ത് പറയുന്നു? കുടയും ബാഗും ഇടിയും മിന്നലും കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പാട്ട് അമ്മ അച്ഛ മഴയാണ്, ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന പാട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്, നഴ്സറി സോങ്. പക്ഷേ അതിനകത്തുനിന്നൊരു ഗ്രീറ്റിംഗ് കാർഡും എടുത്തിട്ട് ഈ 3ാം ക്ലാസ്സുകാരൻ ആരെ വിചാരിച്ച് വയലിൽ കിടന്ന് കരഞ്ഞു പാടി. നമ്മുടെ പരിപാടി സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ ഈ ഇടി എൻ്റെ പരിപാടിയായിരുന്നു. ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു സ്കൂളിൽ. ബാഗുമായിട്ട് പോവും. നല്ല മഴയാണെങ്കിൽ ഈ കുട ഒന്ന് മാറ്റും, അപ്പോൾ ഒന്ന് നനയും. എന്നിട്ട് ഈ കുട വെച്ച് തോട്ടിൽ മീൻ പിടിക്കും. ഈ കുട വെച്ചിട്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ വന്നിരുന്നിട്ട് ആ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ചോറൊക്കെ തിന്നും. സ്കൂളിൽ പോകുന്ന വഴിയാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും നനഞ്ഞു, ചോറ് പാത്രം താഴെ വീണു.
ചോറിലെല്ലാം മണ്ണ. അതിന് ഉച്ചയ്ക്കൊന്നും കഴിക്കാനില്ലല്ലോ. അതുകൊണ്ട് തിരിച്ചു വന്നു. ഒരു 1.5 കിലോമീറ്റർ പോകണം. അപ്പൊ അവര് പറയാം എന്തായാലും ഇനി നനഞ്ഞല്ലേ, ഇനി പോകണ്ട. സ്ഥിരമായപ്പോ പിന്നെ അമ്മ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുമായിരുന്നു. ചോറ് മാത്രം മണ്ണി പോവാതിരിക്കാൻ. നന്നായിരുന്നു മോനെ, ഉഗ്രൻ ഡാൻസ് ആയിരുന്നു. അടിപൊളി. താങ്ക്സ്. നമ്മളൊക്കെ പറയും ചില പിള്ളേർ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയാമെന്ന്. ഇത് അതുപോലെ ആയിപ്പോയി. ഈ ചെറിയ കൊച്ച് ഒരു വലിയ ആള് കളിക്കുന്ന ഡാൻസാണ് നിഷ്പ്രയാസമായിട്ട് ഇവിടെ കളിച്ചത്. ഈ മോൻ ഇപ്പോ ഈ രീതിയിലാണെങ്കിൽ അവൻ വളർന്നു വരുമ്പോ എന്തായിരിക്കും? അതാണ് അവനെ അടിപൊളി. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. കാരണം വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവനാ കുടയും പിടിച്ച് വന്നപ്പോൾ മഴയില്ല, നമുക്ക് മഴ പെയ്യുന്നൊരു ഫീലായിരുന്നു മുഖത്ത് നോക്കിയിട്ട്. മഴയത്ത് കുടയെന്ന് മുഖം പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴുള്ള മുഖത്തേക്ക് മഴ പെയ്യുന്ന ആ എക്സ്പ്രഷൻ വരെ അവൻ കറക്റ്റായിട്ട് ചെയ്തു. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മിടുക്കനോട് നല്ല കൈയടി കൊടുക്കാം. യെസ്. അപ്പൊ ഇനി ഒത്തിരി സ്റ്റേജുകളിൽ തകർപ്പൻ നൃത്തം ചെയ്യാൻ കഴിയട്ടെ കേട്ടോ. മിടുക്കനായിട്ട് പഠിക്കാൻ വേണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കോമഡി മസാലയുടെ വേദിയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രഞ്ജോ കൃഷ്ണ. രഞ്ജോ, എന്ത് ചെയ്യുന്നു രഞ്ജോ? ഞാൻ പഠിച്ചിരിക്കുന്നു. എന്താ പഠിച്ചേ? ഞാൻ IT കോഴ്സാണ് പഠിച്ചത്. IT ആണ് പഠിച്ചത്. ഓക്കെ, ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തെറിയിലെ വിജയുടെ മലയാളം ചെയ്ത. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള. എൻ്റെ നാട് ഫാമിലി ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോളാസ് കുരുവിള. ഇപ്പോഴത് കഴിഞ്ഞ് ഞാൻ അറിയാതെ ചേട്ടൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ യാതൊരു പ്രശ്നം വേണ്ടാണ്ട് சொல்லிட்டு കേസ് വിഡ്രോ பண்ணுறேன். ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണം? ഇനി അടുത്തത് സൂര്യ സാറിൻ്റെ വോയിസ്. അടുത്തത് സൂര്യയുടെ വോയിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സൂര്യ സാറിൻ്റെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ലൈവ് പെർഫോമൻസ് അതാണ്. சூர்யா பேசுறேன். அதான் தானா சேர்ந்த கூட்டத்தோட ரிலீஸ் நான் உங்களை பார்த்துருக்கு. என்ன சடக்கு மேல சோங்க எப்படி இருக்கு? சும்மா கெத்தா இருக்கு. என்ஜாய் பண்ணலாமா? അടുത്തായിട്ട് വെള്ളാപ്പള്ളി നടേശ സാറ് ബാഹുബലിയിലെ കാലകേന്റെ ഡയലോഗ് പറഞ്ഞ എൻ്റെ അമ്മേ. അത് നിന്ദ ജ്യൂസ് ഇത് ഏത് ഭാഷ അല്ലെങ്കിൽ തന്നെ പുള്ളി പറയണ മനസ്സിലാവണല്ല. കാലകയും പുള്ളി പറയുന്നത് കറക്റ്റ് ആവാറില്ല. അതാണ് എനിക്ക് അതെങ്കിലും പറയാം. അതാ പറഞ്ഞ പുള്ളി പറയണ മനസ്സിലാവാറില്ല, ഈ കാലകയും പറയണ മനസ്സിലാവില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടുണ്ടായിരുന്നു. പറയൂ. അടുത്ത കൊച്ചു പ്രേമൻ. കൊച്ചു പ്രേമൻ ചേട്ടൻ. പക്ഷെ പട്ടി വീട്ടുള്ള ഏർപ്പാട് അതത്ര നല്ലതല്ല കേട്ടോ. പട്ടി വിട്ട് എന്നാൽ ബോർഡ് വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ ഒരു കുട്ടിയുണ്ട് മുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇതൊന്നും ചാനലിലൊന്നും വരുന്നില്ലല്ലേ? അടുത്തായിട്ട് ഞാൻ ശിവകാർത്തിൻ്റെ വോയിസാണ് ചെയ്യുന്നത്. ശിവകാർത്തിൻ്റെ വോയിസ് ഇവിടെ ഇരിക്കുന്ന പലർക്കും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ ട്രൈ ചെയ്യണം. ശിവകാർത്തികേയന്റെ വോയിസ് ആണ്. യെസ്. ഓയ് സെൽഫി. ஓய் ஃபர்ஸ்ட் எந்த ஒரு பொண்ணு முன்னாடி நிற்கிற இப்படி உன்னை கண்டுபிடிக்கிறதுக்கு 26 வருஷம் ஆச்சு. அதுக்கு மேலே நான் பதில் சொல்ல முடியாது. ஸோ நான் டக்குன்னு சொல்லிடுறேன், நான் உன்னை லவ் பண்ணுறேன். நீ டக்குன்னு சொல்லிடாதே, கொஞ்சம் டைம் எடுத்துக்கோ, வெயிட் பண்ணுறேன், வர. ഓക്കെ, ഗുഡ് ജോബ്. ഇനി കുറച്ച് സിംഗേഴ്സിൻ്റെ ശബ്ദത്തിൽ പാടാൻ പോവാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ പാടുന്നത് ചാന്തുവട്ടം സിനിമയിലെ ജാനകി അമ്മ പാടിയ ആഴക്കടലിൻ്റെ. ഓക്കെ, ആഴക്കടലിൻ്റെ എന്ന് നടക്കുന്ന ആ സോങ് ആണ്. ആഴക്കടലിൻ്റെ അങ്ങേ കരയില നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോ
തൊട്ടിൽ കിടക്കുന്ന മുത്തേ കണ്ണിലെ എണ്ണയൊഴിച്ചുകൊണ്ട് എത്ര നാൾ കാത്തിരുന്നു ഞാനിരുപ്പിൽ ഇന്നെൻ്റെ മൺകുടിൽ മുന്നിലെ തിണ്ണൈ പൊന്നാഴിനെങ്ങും നിനക്കേ ആഴക്കടലിൻ്റെ അങ്ങേ കരയില നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറില തൊട്ടിൽ കിടക്കുന്ന മുത്തേ. അടുത്തതായിട്ട് വിജയ് പാടിയ തെറിയിലൊരു സോങ്ങാണ് അടുത്ത പാട്ട്. ആഹാ വിജയ് voice. ഓക്കെ വിജയുടെ വോയിസിൽ പാടാൻ പോവാണ്. ஒன்று ஒன்று கண்ணு கண்ணு கல்லா குட்டிய என் காதக்குள்ள செத்து வச்சா கல்லா பட்டிய பெட்டி மச்சா பட்டா நீயா விட்டா மிட்டாசி என் விரல பட்டா வெடிக்க இந்த கல்லா பட்டாசு ஐ ஃபார் யூ ஃபார் மீ சந்தாக்கா சுனாமி ஃபார் மீ ஃபார் யூ சிந்தாக்கா സുനാമി. സ്പോട്ട് ഡബിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറി എന്ന സിനിമയിലെ വിജയുടെ ഒരു തെറി വിട്ടിട്ട് ഒരു പരിപാടി ഇല്ലല്ലേ? അതാണ് എൻ്റെ കഞ്ഞിക്കുടി. ഓക്കെ, തെറി എന്നുള്ള മൂവിയില് വിജയുടെ ക്യാരക്ടറിന്റെ ഒരു സ്പോട്ട് ഡബിങ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അതെ. അല്ലേ? ശരി, നമുക്ക് കണ്ടു നോക്കാം. தெரியுங்களா சார்? அவன் யாரா இருந்தா சரி, அவனுக்கு சாவுக்கு மேல பெருசா நான் ஒரு தண்டனை கொடுத்தான். சார் உங்கள் புள்ள உத்தமனா? யுவர் அக்கஸ்ட் ரேபிஸ்ட் கிரிமினல் சாபம் சார். யார் விட்டுச்சு? அதான் இதான். ஒரு பொண்ணோட கேஸ் 10 மணி நேரத்துல அவ யாரு யார் அவளை ரேப் பண்ணாங்கிறத கண்டுபிடிச்ச நீ அடுத்த 10 மணி நேரம் நான் உனக்கு டைம் தரேன். என் மகனை கூடது யாருன்னு தெரிஞ்சாகணும். அவனுக்கு சாவுக்கு மேல பெரிய தண்டனை நான் கொடுத்து ஆகணும். யார் வேணா இருக்கலாம் சார். பப்ளிக்காக இருக்கலாம், இதோ அந்த ப்ரெஸ் பீப்புளாக இருக்கலாம், அந்த பொண்ணோட அம்மாவாக இருக்கலாம், அப்பாவாக இருக்கலாம், அண்ணா இருக்கலாம். அந்த அண்ணன் ஒரு போலீஸ் வரக்கூடாதா? அவர் பேர் IPS വിജയ് കുമാറാக இருக்கக்கூடாதா? ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അങ്ങനെ റെഞ്ചോ സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്തു, അതുപോലെ സിംഗേഴ്സിന്റെ വോയിസിൽ പാടി, ഇപ്പൊ സ്പോട്ട് ഡബും ചെയ്തിരിക്കുകയാണ്. ഗുഡ് അറ്റംപ്റ്റ്. എന്ത് പറയുന്നു? എന്താണ് സജഷൻസ്, അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളത്? നല്ലായിരുന്നു കേട്ടോ. ഉള്ളിൽ ബെഡിലൊരു വിജയ് കിടപ്പുണ്ട് അല്ലേ? ഉണ്ട്. ആ ഏത് സ്റ്റാർ ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റാറിൻ്റെ ഒരു സംഭവം കിടപ്പുണ്ട്. പിന്നെ പാട്ടിൻ്റെ പാടുമ്പോൾ ഇച്ചിരി ഒരു ആമിനാത്താത്ത കയറി കിടപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ നമ്മളൊരു പാട്ട് പാടി തുടങ്ങില്ല, ഫീമെയിൽ പാട്ട് പാടി തുടങ്ങുമ്പം മെയിൽ വോയിസ് കയറി വന്നിട്ടാണ് ഫീമെയിലിലേക്ക് പോകണം അല്ലേ? അങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി. തുടക്കം നമ്മളൊക്കെ തുടക്കക്കാരല്ലേ, അപ്പോൾ അതങ്ങ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നോബി ചേട്ടാ, മോനെ നന്നായിരുന്നു കേട്ടോ. മോൻ്റെ വീട് ഇവിടെ ചിറക്കര ചാത്തന്നൂർ. ആ ആ അപ്പോൾ എന്തായാലും ഭംഗിയായിരുന്നു മോനെ കേട്ടോ, അടിപൊളിയായിരുന്നു. യെസ്. അപ്പൊ നമുക്ക് രഞ്ജോയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. യെസ്. അപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ പെർഫെക്ഷനായിട്ട് ഇനി നമുക്ക് കാണാം. ഓക്കെ.